Silent tomb, the stone dead guard. Darkness whispered, hope seemed scarred. But in the stillness, light drew near. A victory won, the world to hear. Rise up, O sun, with morning's glow. Breaking chains this world can know. The third day sings, love won the fight. Christ has risen, the eternal light. Crowns of thorns and lashes deep, an empty grave where none shall weep. The Son of God, He bore it all. His grace has saved us from the fall. Crowns of thorns and lashes deep, an empty grave where none shall weep. The Son of God, He bore it all. His grace has saved us from the fall. From death's shadow, life was sown. A Savior's power carved in stone. He rose in truth, the veil was torn. The hope of men, a King reborn. Rise up, O sun, with morning's glow. Breaking chains this world can know. The third day sings, love won the fight. Christ has risen, the eternal light. Crowns of thorns and lashes deep, an empty grave where none shall weep. The Son of God, He bore it all. His grace has saved us from the fall. From death's shadow, life was sown. A Savior's power carved in stone. He rose in truth, the veil was torn. The hope of men, a King reborn. Round echoes roll, the angels cheer. Forgiveness flows, our hearts sincere. In every breath, in every way, I'll sing the joy of the third day. The echoes roll, the angels cheer. Forgiveness flows for hearts sincere. വെല്ലേച്ചി സിസ്റ്റർ മർഗരി, കുഞ്ഞനീത്തി പൗളി, ഞാൻ, അതുപോലെ തന്നെ സിസ്റ്റർ ഷീന അമ്മായിയുടെ മോള്, സിസ്റ്റർ എൽസിയാൻ ഇളയമ്മയുടെ മോള്, സിസ്റ്റർ സിനി ആൻറ്റിയുടെ മോള്, ഇത്രയും സമർപ്പിതര് തീർച്ചയായിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നവരാണ്. ഈ കുടുംബത്തിൻ്റെ സ്നേഹം ഒത്തിരി അനുഭവിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അവർക്ക് ആർക്കും ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. അവരുടെ എല്ലാവരുടെയും പേരിൽ ജോസേട്ടനും കുഞ്ഞേച്ചിക്കും സുവർണ ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ഇവരുടെ ചെറിയൊരു സമ്മാനം ചിത്തരായി സംഗീതങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടി പുകഴ്ത്തിടുവിൻ. തപ്പുകൾ കൊട്ടുവിൻ, കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. ആർത്തുഘോഷിക്കുവിൻ, കാഹളം മുഴക്കുവിൻ, ആമോദമോടെ വാഴ്ത്തുവിൻ. സ്നേഹപിതാവായ ദൈവമേ, 50 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ
ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുമിപ്പിച്ചതിനും സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചതിനും അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്കും ഞങ്ങൾ വഴി ഈ കുടുംബത്തിലെ ഓരോ അംഗത്തിനും അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. അവയെല്ലാം കൃതജ്ഞതാപൂർവം സ്മരിക്കുന്നു. കഴിഞ്ഞ കാലത്ത് ഞങ്ങളിൽ വന്നുപോയ പോരായ്മകളെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു. ഞങ്ങളുടെ ശേഷിച്ച ജീവിതത്തിൽ അങ്ങയോട് കൂടുതൽ വിശ്വസ്തരായി വർത്തിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ പ്രതിജ്ഞയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് വായന. അഹ്റോന്റെ ഭവനമേ, കർത്താവിൽ ശരണം വയ്ക്കുവിൻ. അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിൽ ആശ്രയിക്കുവിൻ. അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടെ നിന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും. അഹ്റോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ഭക്തന്മാരെ, ചെറിയവരെയും വലിയവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനായ പിതാവേ, 50 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹത്തിന് ഞങ്ങളെ ഒന്നിപ്പിക്കുകയും ഇപ്പോൾ സുവർണ ജൂബിലി ആഘോഷിക്കുവാൻ അവസരം നൽകുകയും ചെയ്തതിന് ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി പറയുന്നു. ശുഭപ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടെ മധുരഭോജ്യം ആസ്വദിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൽ പ്രവേശിച്ച ഞങ്ങൾ ആ ശുഭമുഹൂർത്തം ഇപ്പോഴനുസ്മരിക്കുന്നു. ഞങ്ങളെ വിവാഹവേദിയിലേക്ക് ഉയർത്തിയ മാതാപിതാക്കന്മാരെയും ബന്ധുക്കളെയും വിവാഹം ആശീർവദിച്ച സേവ്യർ കിടങ്ങേനച്ഛനെയും ഞങ്ങൾ കൃതജ്ഞതാപൂർവ്വം സ്മരിക്കുന്നു. അവരെയും ഇന്ന് ഈ കർമ്മങ്ങളിൽ സംബന്ധിക്കുന്നവരെയും ദയാപൂർവ്വം ആശീർവദിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും.
ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസകൾ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസകൾ. ഒരുപാടു നന്മകളേകി, അതിലേറെ സ്നേഹവുമായി ഇനിയുള്ള നാളുകളെന്നും. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പെരുമായൻ ജോസ് ജസീന്ത ദമ്പതികളുടെ വിവാഹ സുവർണ ജൂബിലി ആഘോഷിക്കുവാൻ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും സ്നേഹിതരുമായ നാം പരിശുദ്ധമായ ദേവാലയത്തിൽ ബലിപീഠത്തിനു ചുറ്റും അണിചേർന്നിരിക്കുന്ന പുണ്യമുഹൂർത്തം. 1976 ഫെബ്രുവരി 1-ാം തീയതി വിവാഹിതരായി നീണ്ട 50 വർഷക്കാലം കുടുംബജീവിതത്തിലേക്കുള്ള തങ്ങളുടെ ദൈവവിളി ഏറ്റവും വിശ്വസ്തയോടും സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി ജീവിച്ച് ദൈവം നൽകിയ 3 മക്കളെയും ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കൊത്തു വളർത്തി വലുതാക്കി ശോഭനമായ ഭാവിയിലേക്ക് പ്രവേശിപ്പിച്ചതിൻ്റെ, മിടുക്കരായ കൊച്ചുമക്കളെ കണ്ട് സന്തോഷിക്കുവാൻ ഭാഗ്യം കിട്ടിയതിൻ്റെ നിറവോടും തികവോടും കൂടിയാണ് അവർ ഇവിടെ ആയിരിക്കുക. ഏവർക്കും ഏറ്റവും പ്രിയങ്കരനായിരുന്ന മൂത്ത മകൻ ജിജോയെ സ്വർഗം അസമയത്ത് അപ്രതീക്ഷിതമായി തിരിച്ചെടുത്ത സഹനബലി ഇവരുടെ ക്രൈസ്തവ വിശ്വാസത്തിന് ഉപരി ആഴങ്ങളും വെല്ലുവിളികളും നൽകി. ജീമോനെ വലിയ സ്നേഹത്തോടെ നാം അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ അവൻ്റെ സ്വർഗീയ സാന്നിധ്യം നമുക്കൊപ്പമുണ്ട്. ഇവരെ വളർത്തി വലുതാക്കി ഏറ്റവും അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തി വിവാഹ ജീവിതത്തിലേക്ക് ഇവരെ പ്രവേശിപ്പിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ആത്മശാന്തിക്കായി തിരുബലിയിൽ പ്രാർത്ഥിക്കാം. പ്രധാന അധ്യാപകരായി വിരമിച്ച ഇവരുടെ ശിഷ്യഗണങ്ങളെ ഓർത്ത് നാമും അഭിമാനം കൊള്ളുന്നു. ജോസേട്ടൻ ഡോക്ടർ അബ്ദുൽ കലാമിൽ നിന്ന് മികച്ച അധ്യാപകർക്കുള്ള നാഷണൽ അവാർഡ് വാങ്ങിയ മുഹൂർത്തം അഭിമാനത്തോടെ നാം അനുസ്മരിക്കുന്നു. ഇടവകയുടെ കൈക്കാരൻ, രൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗം, നല്ലൊരു പ്രാസംഗികൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം ജോസേട്ടൻ തൻ്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുണ്ട്. ഇല്ലായ്മയുടെ നാളുകളിലും അവരെ വളർത്താൻ ആത്മത്യാഗം ചെയ്ത് പരിഭവങ്ങളില്ലാതെ മുന്നേറിയതിൻ്റെ നല്ല ഓർമ്മകൾ ഇവരുടെ മനസ്സിലുണ്ട്. അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം എല്ലാ കുടുംബഭാരങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതിനിടയിലും തീഷ്ണതയോടെ തിരുവചനം പഠിച്ച് എല്ലാ ലോഗോസ് ക്യൂസിലും മുടക്കം കൂടാതെ പങ്കെടുത്ത് ഉയർന്ന മാർക്ക് വാങ്ങി ഇടവകയിൽ പലപ്പോഴും 1-ാം സ്ഥാനത്തെത്തുന്ന ജസീന്ത ചേച്ചിയുടെ ജീവിത വിജയരഹസ്യം ആത്മവിസ്മൃതിയും പരിത്യാഗവുമാണ്. ജോസിയേട്ടനും ജസീന്ത ചേച്ചിയും വീട്ടുകാർക്കും നാട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും പ്രിയങ്കരരായി അങ്ങനെ എല്ലാവർക്കും എല്ലാമായി ജീവിക്കുന്നു മാതൃകാ ദമ്പതികളായി.
അതീവ വൈദഗ്ധ്യത്തോടും ഉത്തരവാദിത്വ ബോധത്തോടും കൂടി കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സായി ജോലി ചെയ്യുന്ന രണ്ടാമത്തെ മകൻ ജിൽജോയും മഞ്ജുവും മക്കളും, അതുപോലെ പ്രശസ്തമായ വിധത്തിൽ സയൻറ്റിസ്റ്റായി ജോലി ചെയ്യുന്ന ജിൻഡോയും കമ്പ്യൂട്ടർ എഞ്ചിനീയർ സേനിയും മക്കളും, ബാംഗ്ലൂർ ഇവർ ആയിരിക്കുന്ന ഇടവകകളിൽ കൈക്കാരന്മാരായി ക്രൈസ്തവ വിശ്വാസത്തിന് സജീവ സാക്ഷ്യം വഹിക്കുന്നു. ദൈവം ഈ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് 50 വർഷക്കാലം ഈ മാതാപിതാക്കളുടെ മേലും മക്കളുടെയും കൊച്ചുമക്കളുടെയും മേലും ഇവരിലൂടെ എല്ലാ കുടുംബാംഗങ്ങളിലും ബന്ധുമിത്രാദികളിലും വിദ്യാർത്ഥിനികളുടെയും സഹാധ്യാപകരുടെയും മേലും ഇടവകയിലും നാട്ടിലും എല്ലാം വർഷിക്കപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൃതജ്ഞതാബലി നമുക്ക് അർപ്പിക്കാം. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കുടുംബത്തിൻ്റെ ബന്ധുവായ ബഹുമാനപ്പെട്ട മാത്യു പെരുമായൻ അച്ഛനാണ്. അദ്ദേഹത്തെയും സഹകാർമ്മികരായ ജോസേട്ടൻ്റെ സഹപാഠി മോൺസിഞ്ഞൂർ ഫാദർ ആൻ്റണി പെരുമായൻ, വിദ്യാർത്ഥി ഫാദർ ബിജു പെരുമായൻ, ഇടവക വികാരിമാർ ബിജു തേക്കാനത്ത്, ഇവരെ ആദരവോടും നന്ദിയോടും കൂടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങൾ ദ്രവ്യങ്ങളുമായി അൾത്താരെ സമീപിച്ചു കഴിഞ്ഞ ഈ സമയം ജോസേട്ടൻ്റെയും ജസിന്ത ചേച്ചിയുടെയും കുടുംബാംഗങ്ങളുടെ മേൽ ഇന്നോളം വർഷിക്കപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഈ ജൂബിലേറിയൻസിൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ തിരുക്കാസിൽ സമർപ്പിച്ച് ആയുരാരോഗ്യവും ദീർഘായുസ്സും ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെട്ട് നിത്യതയിലേക്കുള്ള ഈ സ്വർഗീയ യാത്രയിൽ ദൈവകൃപയുടെ നിറവ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം ഇനിയും ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഈ ബലിയിൽ പങ്കെടുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ഭക്തി ആദരങ്ങളോടെ ഈ ജൂബിലി കുർബാനയിൽ നമുക്ക് പങ്കുചേരാം. സ്നേഹത്തിൻ്റെ ഉദാശിയായ വിവാഹം നടക്കുക സ്വർഗത്തിലാണ് എന്നൊരു ചൊല്ലുണ്ട്. വിവാഹത്തിൻ്റെ 50 വർഷം സ്നേഹത്തിൻ്റെ നിറവിൽ സന്തോഷത്തിൽ ആയതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാനായിട്ട് ജോസാറും ജസിന്ത ടീച്ചറും നമ്മളോടൊപ്പം ആയിരിക്കുകയാണ്. അവരോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുകാരായി തീരുവാനായിട്ട് അണഞ്ഞിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യുച്ചൻ, മോൺസിഞ്ഞൂർ ആൻ്റണി പെരുമായനച്ചൻ, ബിജു പെരുമായനച്ചൻ, 3 അച്ഛന്മാരെയും അതോടൊപ്പം തന്നെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ഏറ്റവും ഹൃദ്യമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സന്തോഷം പങ്കിടുവാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശാന്തി പ്രത്യാശയും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രന്റെ മഹത്വപൂർണ്ണമായ ഉത്ഥാനം വഴി മനുഷ്യവംശത്തിന് ആനന്ദവും പ്രത്യാശയും നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഭാവികളായി ഞങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര ബലി യോഗ്യതയോടെ അർപ്പിക്കുവാനും അങ്ങയുടെ തിരുക്കുമാരൻ്റെ ഉത്ഥാനം നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നേക്യം. ദേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിന്നെ മാലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരീഭൂവിൽ. എന്നാൽ നന്ദി പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. മഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. എന്റെ കർത്താവിനെ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സഹോദരരെ, ലേവ്യരുടെ പുസ്തകത്തിലുള്ള വായന 25-ാം അധ്യായം 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. വിശ്വാസവരനെ അനുഗ്രഹിക്കട്ടെ. ജൂബിലി വർഷം. വർഷങ്ങളുടെ 7 സാബത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തരും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ
ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളിയിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വലയിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. നിന്റെ അയൽക്കാരന് എന്തെങ്കിലും നീ വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. അത് അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരനിൽ നിന്ന് നീ വാങ്ങണം. വിളവിൻ്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ. വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം, കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം. എന്തെന്നാൽ വിളവിൻ്റെ വർഷങ്ങളുടെ എണ്ണമനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത്. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. ദൈവത്തെ ഭയപ്പെടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക. എങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ഭൂമി അതിൻ്റെ ഫലം നൽകും. നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് സുരക്ഷിതരായി വസിക്കും. ഞങ്ങൾ എല്ലാ വർഷം വിതയ്ക്കുകയും വിളവെടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ഭക്ഷിക്കും എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. 6-ാം വർഷം എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മേൽ ചൊരിയും. 3 വർഷത്തേക്കുള്ള വിളവ് അത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. 8-ാം വർഷം നിങ്ങൾ വിതയ്ക്കുകയും 9-ാം വർഷം വരെ പഴയ ഫലങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുക. അതിൻ്റെ ഫലം ലഭിക്കുന്നതുവരെ പഴയതിൽ നിന്ന് ഭക്ഷിക്കുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ ഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കാനുള്ള അവകാശം നാം വീണ്ടെടുത്തു. അത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസാകും വയലേലകളിൽ നിന്നും കളകൾ പിഴുതു മാറ്റൂ. നല്ല നീലങ്ങളിൽ വീണൊരു വിത്തുപോൽ നിങ്ങൾ ഫലമേകിടൂ. വിളവിന്റെ നാഥന്റെ തിരുമുൻപിലായിരുന്നു സ്തുതിഗീതമാലപിക്കൂ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിഷമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 7-ാം അധ്യായം 24 മുതൽ 78 വരെയുള്ള തിരുവചനങ്ങൾ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യനെ തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു.
എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന് മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞന്മാരെ പോലെ അല്ല, ഉള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന പ്രിയ ജോസ് ജസീന്ത ദമ്പതികളെ, സ്നേഹമുള്ള മാത്യച്ച, ബിജോച്ച, സ്നേഹമുള്ള സഹോദരി, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ, ജോസിൻ്റെയും ജസീന്തയുടെയും മക്കളെ, കൊച്ചുമക്കളെ, സന്തോഷമുണ്ട്. എൻ്റെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച, ഇവിടെ ഒരുമിച്ച് വളർന്ന ജോസിൻ്റെയും ജസീന്തയുടെയും വിവാഹത്തിൻ്റെ ഗോൾഡൻ ജൂബിലിയിൽ 2 വാക്ക് പറയാൻ അവസരം തന്ന പ്രത്യേകിച്ച് ബിജോച്ചൻ എന്നെ നിർബന്ധിച്ചതിന് വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സിൽവർ ജൂബിലിക്കും ഞാനുണ്ടായിരുന്നു എന്നാണ് ഞാൻ ഓർക്കുക. അതിന് സന്തോഷമുണ്ട്. നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ നന്മകൾക്കും ഗ്രേറ്റ്ഫുള്ളായി ഇരിക്കുക, അതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്. ജോസും ഞാനും ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങി 65 SLC കഴിഞ്ഞ് പിരിഞ്ഞിട്ട് ഞാനൊരു വഴി പോയി, ജോസ് വേറെ വഴി പോയി. ജോസ് അത് കഴിഞ്ഞിട്ട് അധ്യാപനത്തിൽ കയറി 76 ജസീൻ്റെ വിവാഹം ചെയ്തു. ജോസിന് കുറച്ച് രാഷ്ട്രീയത്തിൽ പിടിപാടുണ്ടായിരുന്നു, അങ്ങനെ ആ വഴിക്കും പോയി. ഇതിനൊക്കെ അപ്പുറത്ത് അധ്യാപകൻ എന്ന നിലയിൽ 2 പേരും നല്ല നിലവാരം പുലർത്തി എന്ന് നമുക്കറിയാം. ജൂബിലി ആഘോഷിക്കുമ്പോഴും 3 വാക്കുകൾ നമുക്ക് ഓർക്കാം. റിമെമ്പർ, റിജോയ്സ് ആൻഡ് റിന്യൂ. റിമെമ്പർ എന്ന് പറഞ്ഞാൽ 76 ജാനുവരി 1 മുതൽ ഈ നിമിഷം വരെ ഈ ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞിട്ടുള്ള, ഈ ജീവിതങ്ങളിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക്, മക്കളിലൂടെയും ഒക്കെ ചൊരിഞ്ഞാൻ ഇടവന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർക്കുക. അതൊക്കെ ഓർക്കുമ്പോഴാണ് ഒരുപക്ഷെ നമുക്ക് അതിശയം തോന്നത്തക്ക രീതിയിൽ ഞാൻ ജോസിനെ പറ്റി പറയുമ്പോൾ ജസീന്ത എന്നോട് വഴക്കിടരുത്. ഒരു പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ എപ്പോഴും ഒരു സ്ത്രീ ഉണ്ടാകുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ജോസിനെയാണ് ജസീൻ്റെയൊക്കെ കൂടുതൽ എനിക്കറിയാവുന്നത്. ഇപ്പം പറയുമ്പോൾ ബാലൻസ് മാറിപ്പോകാൻ ഒരിടയുണ്ട്. പക്ഷേ ആശ്വാസമുള്ളൊരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ഉണ്ട്. വുമൺ വിതൗട്ട് ഹെർ മാൻ ഈസ് നത്തിങ്. അതേ സെൻറ്റൻസ് ഒരുപോലെ ഒരു കോമ മാറ്റിയിട്ടാൽ വുമൺ വിതൗട്ട് ഹെർ മാൻ ഈസ് നത്തിങ്. ഇപ്പം ജസീന്ത ഇല്ലാതെ ജോസ് ഒന്നുമല്ല, ജോസില്ലാതെ ജസീന്ത ഒന്നുമല്ല. ജോസിനെ പറ്റി കൂടുതൽ പരിചയം അടുപ്പമൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവിടേക്ക് ആ തുലാസിൻ്റെ തട്ടിന് തൂക്കം കൂടും എന്നത് മാത്രമേ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ 1-2 പ്രാവശ്യം ഇവിടെ വികാരിയാകാൻ കൊച്ചു കാലഘട്ടത്തേക്ക് അവസരമുണ്ടായി. ആദ്യഘട്ടത്തിൽ വരുമ്പോൾ ജോസ് കൈക്കാരൻ സ്ഥാനം കഴിഞ്ഞ് ഇരിക്കുന്ന നേരത്തെ ഞാൻ ഇവിടെ വരിക. അത് കഴിഞ്ഞ് ജോസ് കമ്മിറ്റിയിലൊക്കെ തുടർ കമ്മിറ്റിയിലുണ്ടായിരുന്നു. ബാക്കിൽ നമ്മുടെ പാടത്തുള്ള സ്കൂള് പണിയുന്ന ആ വലിയ ഉത്തരവാദിത്വം ആ കമ്മിറ്റിയുടെ കാലഘട്ടത്തിലായിരുന്നു. ജോസിൻ്റെ നല്ല ഒരു സുഹൃത്തിനോടെന്നുള്ള, കുടുംബക്കാരൻ എന്നതിനേക്കാൾ ഉപരി നല്ലൊരു സുഹൃത്തിനോടെന്നുള്ള തരത്തിൽ നല്ല നിർദ്ദേശങ്ങൾ ജോസിൻ്റെ ഭാഗത്തു നിന്ന് പ്രായോഗികമായിട്ട് ഒത്തിരി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ജസീന്തയും അക്കാലത്ത് ഈ പള്ളിയിലെ സംഘടനകളിൽ സജീവമായിരുന്നു. ഞാനിവിടുന്ന് പോയാലും കാണുമ്പോൾ ജസീന്തയോട് ചോദിക്കും എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പലപ്പോഴും ചോദിക്കാറുമുണ്ട്.
ജോസിന് പിന്നീട് അധ്യാപനത്തിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. സിസ്റ്റർ ആമുഖത്തിൽ പറഞ്ഞതുകൊണ്ട് അതൊക്കെ ഓർപ്പിക്കാൻ എനിക്ക് എളുപ്പമാണ്. പിന്നെ അബ്ദുൽ കലാമിൻ്റെ കയ്യിൽ നിന്നും ദേശീയ അവാർഡ് വാങ്ങാനും അദ്ദേഹത്തിന് സാധിച്ചു. ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പെരുമായും കുടുംബത്തിൻ്റെ ഇടവകയ്ക്കൊക്കെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഞങ്ങളതിൽ അഭിമാനിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ റിമെമ്പർ. ഇതുപോലെ പലതും സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ തമ്പുരാന് നന്ദി പറയുന്നു. ഇതിൻ്റെ പേരിൽ റിജോയ്സ്, ഈ 50 കാലം ഇങ്ങനെ കടന്നുപോയ ഈ ജീവിതം, അതിന് സന്തോഷത്തോടു കൂടി ആയിരിക്കാൻ കിട്ടിയ ഏറെ നിമിഷങ്ങളുണ്ട്. ഇനിയുള്ളത് റിന്യൂ ചെയ്യാന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ പോരായികളുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ജൂബിലിയുടെ അന്തസ്സത്ത അതാണല്ലോ. വരും കാലങ്ങളിലേക്ക് പുത്തൻ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനുള്ള അവസരം കൂടി. ഇവർ രണ്ടുപേരും അധ്യാപകരായിരുന്നെന്ന് പറയുമ്പോൾ സാധാരണ വിവാഹിതർ വീട്ടിൽ മക്കളെ പഠിപ്പിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഓർക്കുക 3 കൊച്ചു കാര്യങ്ങൾ ഓർക്കുക. ജോസും ജെസ്സിൻ്റെയും അവരുടെ മക്കളെ പ്രാർത്ഥനയുടെയും മറ്റു മൂല്യങ്ങളുടെയും അന്തസ്സത്ത പഠിപ്പിച്ചു. ഇവർ രണ്ടുപേരും ഇവരുടെ വിദ്യാർത്ഥികളെ കഠിനാധ്വാനത്തിൻ്റെ മാഹാത്മ്യം പഠിപ്പിച്ചു ഇല്ലേ? അതുപോലെ തന്നെ ഈ 50 നീണ്ട വർഷങ്ങൾ ഒരുമിച്ച് ജീവിക്കുക വഴി ഈ സമൂഹത്തെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, പ്രതിബദ്ധത നീട്ടിപ്പിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാലത്ത് അത് സാധ്യമാണെന്ന് ജീവിതം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചു. അല്ലെങ്കിൽ ഈ നാട്ടിലുള്ളവരെ എല്ലാവരും പഠിപ്പിച്ചു, നമ്മുടെ ഒത്ത് ജീവിക്കുന്നവരുടെ. ഇതിന് നിങ്ങളുടെ പേരിൽ, നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ പേരിൽ പ്രത്യേകിച്ച് പ്രതിസന്ധി ഉണ്ടായില്ലെന്ന് ഞാൻ പറയില്ല. കുടുംബജീവിതമാണ് തീർച്ചയായിട്ടും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാകണം, അല്ലെങ്കിൽ സ്വർഗമായിരിക്കണം. പ്രതിസന്ധികളിൽ, ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ നിങ്ങൾ വിശ്വസ്തത പുലർത്തി എന്നതൊരു കാര്യം. ജീവിതം കൂടുതൽ ഭാരപ്പെട്ടപ്പോൾ നിങ്ങൾ കൂടുതൽ കഠിനമായിട്ട് യജ്ഞിച്ചു. അതുപോലെ തന്നെ ഈ ജീവിതത്തിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പ്രതിബദ്ധതയ്ക്ക് സാധ്യതയുണ്ട് എന്ന്, സാധിക്കുമെന്ന് ജീവിതം കൊണ്ടും പഠിപ്പിച്ചു. പോലെ പ്രായം എനിക്കുള്ളത് കൊണ്ടും നമുക്കത് വളരെ ആശ്വാസം തരുന്ന ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. അതായത് 70, 76, 75 വയസ്സൊക്കെ ആയി എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാനില്ല, ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് ചിന്തിച്ചു പോകരുത് എന്ന് പറയാനാണ്. ജീവിതത്തിൽ പല നന്മകളും കിട്ടിയിട്ടുണ്ട്, പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഒന്നുമില്ല എന്ന് ചിന്തിച്ചു പോയാൽ അപകടം. അപ്പം അതുകൊണ്ടാണ് അയർലൻഡിലെ കവി പറയുക, ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ജീവിതത്തിൽ ഏറ്റവും നല്ലത് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വെച്ചാൽ, ഒരുപക്ഷെ മക്കളിലൂടെയോ കൊച്ചുമക്കളിലൂടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളത് കണ്ട് ആസ്വദിക്കാൻ, സന്തോഷിക്കാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി ജൂബിലിയുടെ മംഗളങ്ങൾ ഞങ്ങളെല്ലാവരുടെയും പേരിൽ നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കരുണയുണ്ടാകണമേ. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്ന് അരുളി ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി കാത്തുപരിപാലിക്കണമെന്നും ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെയും മേൽ സ്വർഗീയ കൃപകൾ വർഷിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളും യുവജനങ്ങളും ദൈവവിശ്വാസത്തിലും സുവിശേഷ മൂല്യങ്ങളിലും ക്രൈസ്തവ ധാർമ്മികതയിലും അടിയുറച്ചു വളർന്ന്
ശോഭനമായ ഭാവിയിലെത്തി കുടുംബത്തിനും സമൂഹത്തിനും അനുഗ്രഹമായി മാറുവാൻ ഇടവരുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. രോഗികളായി കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സുഖപ്പെടുത്തണമെന്നും സഹനങ്ങൾ അവിടുത്തെ പീഡാനുഭവത്തോട് ചേർത്ത് സ്വീകരിക്കുവാൻ ശക്തി നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് സ്നേഹത്തിൻ്റെ നിത്യമായ വിളി സ്വീകരിച്ച് കടന്നുപോയ എല്ലാവർക്കും തിരുമുഖ ദർശനം നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങേ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. നിത്യപുരോഹിതനായ യേശുവേ, ഇന്നത്തെ ഈ തെരുബലി ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്ന എല്ലാ വന്യവൈദികരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്നും പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിച്ച് അവരുടെ എല്ലാ ശുശ്രൂഷകളെയും അഭിഷേക നിറവുള്ളതാക്കി മാറ്റണമെന്നും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെയും സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലിയോ മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലിത്തയെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനോട് ചേർന്ന് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി അങ്ങ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും അങ്ങേ പ്രിയപുത്രനോടൊപ്പം ഞങ്ങളെ തന്നെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുന്ന. പ്രത്യേകമായി ഇന്ന് 50 വർഷത്തെ വിവാഹ ജൂബിലി ആഘോഷിക്കുന്ന ജോസ് മാഷയെയും ജസിന്ത ടീച്ചറെയും അങ്ങയുടെ കയ്യിലേക്ക് സമർപ്പിക്കുന്നു. അവരെ അങ്ങയുടെ കയ്യിൽ സമർപ്പിച്ച് അവരുടെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും സ്വീകരിക്കുകയും അവരെന്തെങ്കിലും അബദ്ധങ്ങൾ അല്ലെങ്കിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ക്ഷമിച്ച് അവരോട് ഈ ജീവിത സായാഹ്നത്തിൽ അവർക്ക് സന്തോഷവും സമാധാനം നൽകി ജീവിതകാലം പൂർത്തിയാക്കി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമ്മെ ജീവിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. Now
മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഈ കുർബാന വഴി ഉത്ഥാനത്തിൻ്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരുണ്യത്തിന് എന്നും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെ നാഥ എന്നേക്കും. ധാനത്താൽ മാനവരിൽ മോദമുണർത്തിയ തിരുനാഥൻ തൻ പ്രിയവധുവാം തിരുസഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഉദ്ധിതനീശോമിശിഹാതൻ ശാശ്വതമായ സമാധാനം സഭയിലും അവൾ തൻ തനയരിലും നിതരാം ശാന്തി വിതയ്ക്കട്ടെ. വിശ്വാസത്തിൽ സ്നേഹത്തിൽ ഉത്ഥാനത്തിൻ സാക്ഷികളാ ധരയിതിലെങ്ങും പ്രഭവീശ നാഥൻ തൻ കൃപ ചൊരിയട്ടെ. ജീവനേഴും തിരുശ്ലീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പാരീതിനാഥനായങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകെ. ആരാധിക്കുന്നു പാരാകെ. ദൈവദൂതന്മാരേവരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും കാവ്യശ്രാപേന്ദ്രവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ, സംശുദ്ധൻ നിത്യം സംശുദ്ധൻ, സംശുദ്ധൻ നിത്യം സംശുദ്ധൻ. ഭൂവും വാനവും തന്മഹീമയ തിങ്ങിടും നല്ലു സന്തതം. ശ്രീയേഴും ദിവ്യ പ്രേഷിതർ ധന്യ നിവ്യന്മാർ വേദസാക്ഷികൾ. നിത്യാനന്ദ പ്രതാപവാനങ്ങി വാഴ്ത്തിയിടുന്നു നിരന്തരം, വാഴ്ത്തിയിടുന്നു നിരന്തരം. സ്ഥൂലൻ പ്രഭാപൂരിതം താത നിത്യനായകസുരവേ. പാവനാത്മപ്രിയദൈവമേ, സ്തോത്രമെന്നോമിന്നേക്കുമേ. ലോകമാകവേ പാവനം സദാ കീർത്തിക്കും നങ്ങേ സാദരം, കീർത്തിക്കും നങ്ങേ സാദരം. കാരുണ്യവാനും അനുഗ്രഹദായകനുമായ ദൈവമേ, അങ്ങയുടെ തിരുസുതൻ സ്ഥാപിച്ച വിവാഹമെന്ന കൂദാശ വഴി വിശുദ്ധമായ കുടുംബജീവിതം നയിക്കുന്ന ഈ ദമ്പതികളെ ആശീർവദിക്കണമേ. ഇവരുടെ അനുദിന ജീവിതത്തിൽ ഇനിയും അങ്ങ് ഇവരുടെ മാതൃകയും വഴികാട്ടിയുമായിരിക്കണമേ. ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹദാനങ്ങൾ ഇവർക്ക് നൽകണമേ. തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ ജീവിക്കാനും
വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റ് ക്രിസ്തീയ സുഹൃതങ്ങളിലും അനുദിനം വളരുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സ്നേഹമുള്ളവരെ, ഒരു കാര്യം പറയാനുണ്ട്. മുൻസിനച്ഛന് ഇവിടെ ജോസാറിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. അത് പറയാതിരിക്കാൻ പറ്റിയില്ല. നാളെ നമ്മുടെ പെരുമാൻ ഫാമിലി ട്രസ്റ്റിൻ്റെ വാർഷികം നടക്കുകയാണ്. ഈ ഫാമിലി ട്രസ്റ്റ് ഉണ്ടായതിന് കാരണക്കാരൻ ജോസ് മാഷാണ്. ആളുകളെയൊക്കെ, ഈ കുടുംബാംഗങ്ങളെ വിളിച്ചുകൂട്ടി ഞങ്ങളിവിടെയൊക്കെ പറഞ്ഞ് എല്ലാത്തിനും മുൻകൈയെടുത്ത് തുടക്കത്തിലെ അതിൻ്റെ പ്രസിഡൻറ്റുമായിട്ട് സേവനം ചെയ്ത് എല്ലാത്തിനും തുടക്കമിട്ട് എല്ലാം ചെയ്തു. തീർച്ചയായിട്ടും അതിന് വലിയൊരു നന്ദി ഞങ്ങൾ പെരുമാനും കുടുംബാംഗങ്ങളെല്ലാവരോടും എല്ലാവരും ജോസ് മാഷിന് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ജോസ് മാഷിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ജസ്ന ടീച്ചർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. As we begin this beautiful celebration, let us first seek the blessings and presence of the Almighty God through a prayer song. We invite Jessica Ginto for the prayer song. We kindly request everyone to join prayerfully.
തന്നെ ജീവബലം. പാപമുലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. ധീരോടും ഗർവോടും ധനമോടും വാണാലും സ്നേഹമോടെ എന്നും എന്നെ കാക്കും തിരുസുതനേ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. രാവും പകലും നിന്നിതമോടു ഞാൻ വാഴാൻ വരമിന്നു തന്നിടണേ. ഗപഗരി ഗഗരി സദാ പദ പദ സഗാ രി ഗരി സ ദസ ദദ പ ഗരി പ ഗദ പ സ ഗരി സ ഗരി സദ സ. രാവും പകലും നിന്നിതമോടു ഞാൻ വാഴാൻ വരമിന്നു തന്നിടണേ. പാടും ജീവനെല്ലാം ദൈവൻ ദയയാലേ, പാടും ജീവനെല്ലാം ദൈവൻ ദയയാലേ. തേനിൻ ശ്രുതിയോടെ തേനിൻ ശ്രുതിയോടെ ഗീതം പാടിടുമേ. രാഗതാള ഭാവഗാന ലയമോടെ ലയമോടെ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. വാനം ഭൂവും ചരാചരങ്ങളും ഏവം പുകഴ്ത്തുന്നു നിൻ സന്നിധി. ഗപഗരി ഗഗരി സദാ പദ പദ സ പദ സഗാ രി ഗരി സ ദസ ദദ പ ഗരി പ ഗദ പ സ ഗരി സ ഗരി സദ സ. വാനം ഭൂവും ചരാചരങ്ങളും ഏവം പുകഴ്ത്തുന്നു നിൻ സന്നിധി. പാരിൽ നമുക്കായി ദൈവസുതനായി, പാരിൽ നമുക്കായി ദൈവസുതനായി. പാരം കനിവോടെ പാരം കനിവോടെ വന്നു വസിപ്പൂ നീ. പാപം പോകും ദിവ്യനേഷു കനിവോടെ കനിവോടെ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. പാപമുലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. പാപമുലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം.
വീരോടും ഗർവോടും ധനമോടും വാഴാലും സ്നേഹമോടെ എന്നും എന്നെ കാക്കും തിരുസുതനേ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. Thank you, Jessica, for this beautiful song. To commence today's proceedings with a blessing, we would like to respectfully invite the parish priest, Father Biju Tekianithu, onto the stage for an opening prayer. സ്നേഹസ്വരൂപനായ നല്ല ദൈവമേ, നീണ്ട 50 വർഷക്കാലം ജോസാറും ജസിന്ത ടീച്ചറും തങ്ങളുടെ സ്നേഹം പരസ്പരം പങ്കുവയ്ക്കുകയായിരുന്നു. പരസ്പരം അറിഞ്ഞ് സ്നേഹിച്ച് പങ്കുവെച്ച് ക്ഷമിച്ച് ഈ ലോക ജീവിതം സ്വർഗതുല്യമാക്കുകയായിരുന്നു. ഈ സന്തോഷത്തിൻ്റെ നിറവിൽ ഇവരോടൊപ്പം ഞങ്ങളും പങ്കുകാരായി തീരുകയാണ്. സ്നാപയോഹന്നാന്റെ ജനനത്തിൽ ആ സന്തോഷത്തിൽ പങ്കുകാരാകുവാൻ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാവരും എത്തി. അങ്ങയുടെ ജനനത്തിൽ പങ്കുകാരായി തീരുവാനായിട്ട് പൂജരാജക്കന്മാരെല്ലാവരും എത്തി. സന്തോഷം തീർച്ചയായിട്ടും പങ്കുവയ്ക്കുമ്പോഴാണ് ഇരട്ടിക്കുക. ദീർഘായുസ്സും നൽകി ഈ ദമ്പതികളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഈ ദമ്പതികളോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുകാരാകുന്ന ഞങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. കുടുംബം സ്വർഗമാകുന്നത് തിരുക്കുടുംബ ചൈതന്യത്തിലേക്ക് വളരുമ്പോഴാണ്. ആ തിരുക്കുടുംബ ചൈതന്യത്തിൽ തമ്പുരാനോടൊപ്പം സഞ്ചരിക്കുവാൻ, തമ്പുരാന് സാക്ഷി നൽകുവാൻ അങ്ങ് എപ്പോഴും സമൃദ്ധമായിട്ട് കൃപ വർഷിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. തുടർന്നും അങ്ങ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. Your word is a lamp to my feet and a light to my path. Psalms chapter 119 verse 105. The lighting of the candle symbolizes God's light, love and guidance that has led this family through 50 blessed years. May I now invite the golden couple for the ceremonial lighting of the lamp. "50 years of togetherness is a truly remarkable blessing and a beautiful milestone worthy of celebration. We now move to the cake cutting ceremony, a joyful moment that celebrates a lifetime filled with love, understanding, cherished memories, and unwavering support for one another. May I request everyone to join in celebrating this special moment with the couple. A toast is a symbol of joy, gratitude, and celebration. As they raise their glasses, let us thank Almighty God for the many blessings showered upon this wonderful couple and their family. May their lives continue to be filled with good health, happiness, peace, and love. Here's to 50 beautiful years and many more blessed years ahead.
congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation.